നമ്മുടെ രുചി യാത്രയുടെ അവസാന ജില്ലയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പത്തനംതിട്ട സ്റ്റൈലിൽ ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. പത്തനംതിട്ട മാമ്പഴ പുളിശ്ശേരി മധുരം, എരിവ്, പുളി എല്ലാം ചേർന്ന് നല്ലൊരു കോമ്പിനേഷൻ ആണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചൂടായ പാനിലേക്ക് അല്പം വെള്ളം, 5 മാമ്പഴമാണ് അതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. കറിവേപ്പില, ഉപ്പ്, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇത് നമ്മൾ 20 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് പച്ചമുളക്, ചെറിയ തേങ്ങ, സാദാ ജീരകം. ഈ സമയത്ത് മിക്സിയുടെ ജാറിലേക്ക് കോക്രോട്സ് ഇട്ട് കൊടുക്കാൻ പോവാണ്. കോക്രോട്സ് നാച്ചുറൽ ഓർഗാനിക്സ് കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് എനർജി നിലനിർത്താനായിട്ട് സഹായിക്കും. കോക്രോട്സ് കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം തളിച്ചു കൊടുത്ത് ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കുകയാണ്. ഈ ഒരു പരുവത്തിൽ മാമ്പഴം എല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നു. ഫൈനായിട്ടുള്ള കോക്രോട്സിനെയും തേങ്ങയുടെയും പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഒരു 15 മിനിറ്റുള്ളതെല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നു. തൈര് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. തൈര് കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഈ സമയത്ത് നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തു, തിളപ്പിക്കുന്നില്ല. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് താളിപ്പൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല തിക്കും ക്രീമി നല്ല കളർഫുൾ ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പൊ നമ്മുടെ കോക്രോട്സ് മാമ്പഴ പുളിശ്ശേരി റെഡി ആയി കഴിഞ്ഞു. കോക്കർ ഓണ മഹോത്സവം സെലിബ്രേറ്റിംഗ് ദി ടേസ്റ്റ് ഓഫ് കേരള. ഓരോ ജില്ലയിൽ നിന്ന് വ്യത്യസ്തമായ ഓണവിഭവങ്ങളാണ് ഒരു ന്യൂട്രീസ് ട്വിസ്റ്റോടെ ഈ യാത്ര നമ്മൾ തയ്യാറാക്കിയത്. നിങ്ങളുടെ ഓണം കോക്കറിനൊപ്പം സ്വാദിഷ്ടമാക്കൂ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.